പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, രാജ്മ കറി. രാജ്മ നാട്ടിൽ കിട്ടുമോ എന്നറിയില്ല. കിഡ്നി ബീൻസ് എന്നും ഇതിന് പേരുണ്ട്. ചിലർക്ക് ഈ രാജ്മയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ട് നോർത്ത് ഇന്ത്യൻസ് വെക്കുന്ന രീതിയിൽ തന്നെ ഉള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ഇതേ മെത്തേഡിൽ വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും, ഉറപ്പാ. നിങ്ങൾ ചോദിക്കുന്ന പല റെസിപ്പികളും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണം. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കാണ് എനിക്ക് കൂടുതൽ വീഡിയോ ഇടാൻ പ്രചോദനം. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് രാജ്മ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് മീഡിയം സൈസ് 4 സവാള ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ 2 കഷ്ണം ഇഞ്ചി, ചെറുതും വലുതുമായിട്ടൊരു 12 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് ഈ 3 എണ്ണം കൂടെ ഒരുമിച്ചിട്ട് മിക്സി ജാറിൽ അടിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ അതിനുവേണ്ടി സവാള നിങ്ങളുടെ ജാറിന്റെ കപ്പാസിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ വലുതായിട്ട് അരിഞ്ഞിടുവോ ചെറുതായിട്ട് അരിഞ്ഞിടുവോ എങ്ങനെ വേണേലും ചെയ്യാം. നല്ല പേസ്റ്റ് ആയി കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് വലിയ 4 തക്കാളിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിന്റെ കൂടല്ലാതെ സെപ്പറേറ്റ് ഇതും പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചും തക്കാളിക്ക സെപ്പറേറ്റും രണ്ടും അരച്ച് വേറെ വേറെ പാത്രങ്ങളിലാക്കി വെക്കണേ. അപ്പൊ ഇതാണ് രാജ്മ. ഇത് ഞാൻ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്തത്. 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ കുതിർന്നാലും മതി. കുക്കറിലിട്ട് വേവിക്കാൻ 1 ഗ്ലാസ് വെള്ളവും. ഇതിപ്പോ 1/4 കിലോ രാജ്മ ഞാൻ കുതിർത്തതാ. കുതിർന്ന ശേഷമല്ല 1/4 കിലോ, അല്ലാതെ തന്നെ 1/4 കിലോ രാജ്മ മേടിച്ച് കുതിർത്ത് വെച്ചേക്കുന്നതാ. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോ നിങ്ങളുടെ കുക്കറിന്റെ കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എന്റെ കുക്കറിൽ 1 വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടു. അതിനുശേഷം ഫുൾ സ്റ്റീം പോയ ശേഷമാണ് തുറന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് 1 വിസിൽ കൊണ്ട് ഇത് വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചിട്ട് വേവിക്കാം. ഇതിപ്പോ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ. ഇനിയിപ്പോ നമുക്ക് മസാല കിടന്നും ഇത് വേവണം. ഈ പരുവം മതി. ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് അത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതായത് നല്ല ജീരകം, പെരുംജീരകമല്ല, തോരനും കറിക്കും ഒക്കെ ഇടുന്ന നല്ല ജീരകം. ജീരകം ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു 2 നുള്ള് കായപ്പൊടി. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ടേ ഇടാവൂ. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഉള്ളിയുടെ പേസ്റ്റ് തീ തീരെ കുറച്ചിട്ടേ ഇത് ആദ്യം ഇടാവൂ. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പൊട്ടുന്നത് തീർന്ന ശേഷം തീ കൂട്ടിയാൽ മതി. ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ഇത് നന്നായിട്ട് വയലണം, അതായത് നല്ല ബ്രൗൺ കളർ ആവണം. 5-6 മിനിറ്റ് എടുക്കും ഇത് ബ്രൗൺ ആവാൻ. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറായി. തീ തീരെ കുറച്ചിട്ടേക്കോ. ഇനിയിപ്പോ നമുക്ക് മസാല ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ട് എങ്കിലും 1/2 ടീസ്പൂൺ പൊടിയും കൂടി ഇടുവേ. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. അത് നിങ്ങളുടെ എരി അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാമേ. ഞാൻ ലേശം കറിവേപ്പില ചേർക്കുന്നുണ്ട്. പൊതുവെ കറിവേപ്പില അധികം ആരും ഇടാറില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ടേ. ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാല ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മണം കുറവാണെങ്കിൽ പിന്നിട്ട് കൊടുക്കാം. 2 പച്ചമുളക്. ഇത് എരി ഇല്ലാത്ത പച്ചമുളക് അരിഞ്ഞതാണ്. അത് നിർബന്ധമില്ല, വേണമെന്നുണ്ടേ മതി. മസാലകളുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറണം. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ പേസ്റ്റ് ഒഴിച്ചേക്ക് മാറി നിൽക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് പറ്റണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. രാജ്മ വേവിച്ചപ്പോഴും നമുക്ക് ഉപ്പിട്ടാ വേവിക്കണ്ടേ. അപ്പൊ അതനുസരിച്ച് ബാക്കി മസാലയ്ക്കുള്ളതേ ഇടാവേ. ഇത് നന്നായിട്ട് പറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ആ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് അതും നന്നായി വഴണ്ടു. വെള്ളമൊക്കെ പറ്റി സൈഡിൽ നിന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ വരാൻ തുടങ്ങി. ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടില്ല എങ്കിൽ നമ്മുടെ കറിക്കും ടേസ്റ്റ് കാണില്ല. ഇത് നല്ല പരുവമായി. ഇനി നമുക്ക് ഞാൻ ആ രാജ്മ വേവിച്ചതിന്റെ
കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അത് കളഞ്ഞില്ല. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ എണ്ണയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ട്, നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ പ്രോസസ്സിങ്ങിനും നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം. അതനുസരിച്ച് കറിയുടെ ടേസ്റ്റും കൂടും. ഇനി നമുക്ക് രാജ്മ ഇട്ട് കൊടുക്കാം. ഒത്തിരി കട്ടിയായിട്ട് ഇത് കറി ഓഫ് ചെയ്യരുത്, കാരണം നമുക്ക് ഇത് ഇരുന്ന് കുറുകുന്ന ഒരു കറിയാ. അതനുസരിച്ച് ഗ്രേവി ഇട്ടേ ഓഫ് ചെയ്യാവൂ. ആവശ്യത്തിനുള്ള ഗ്രേവി ചേർത്ത ശേഷം ഞാൻ ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. ഇവിടെ മല്ലിയില ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചില്ല. ഇപ്പൊ നോക്കിയപ്പോഴാണ് അറിഞ്ഞേ മല്ലിയില ഇല്ലെന്ന്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മല്ലിയില തീർച്ചയായിട്ടും ചേർക്കണം. ഇനി നമുക്കിത് ഒരു മീഡിയം തീയില് അടച്ചിട്ട് വേവിക്കണം. ഈ മസാലയും അതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റെഡി ആവണം. ഇപ്പൊ നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞേ നന്നായിട്ട് യോജിച്ചു. എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ? നല്ലൊരു മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല എക്സ്ട്രാ ചേർക്കാം. ഗരം മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല, മീറ്റ് മസാല, ഇതേത് വേണേലും ചേർക്കാമേ. ഇപ്പൊ തൽക്കാലം ഞാൻ ചേർക്കുന്നില്ല. അത്യാവശ്യം നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തു. കട്ടി ഞാൻ കാണിക്കാം. ഇതേ കണ്ടോ? കുറച്ചുകൂടെ ഗ്രേവി കൂട്ടിയിട്ട് ഓഫ് ചെയ്താലും കുഴപ്പമില്ല, കാരണം ഇത് കുറുകും. ഇനി നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്ത് പോയിട്ടില്ല. അതെ, ചോറ്, ചപ്പാത്തി, ജീര എന്തിന്റെ കൂടെ വേണമെങ്കിലും, നമുക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. നല്ല സൂപ്പർ സ്പൈസി കറിയാ. എരിയൊക്കെ പെർഫെക്റ്റാ. ഇത്രയും മതി. അപ്പൊ ലാസ്റ്റിൽ കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ രാജ്മ കറി. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.